ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള ഒരു എഗ്ഗ് പഫ്സിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മൾ ഓവനിലൊന്നല്ല കേട്ടോ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പിയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഫ്സാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും, ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ പഫ്സ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഈ മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കടയിൽ നിന്നും വാങ്ങിച്ച ആട്ടപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ മാവിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ആദ്യം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, ഈ ഒരു രീതിയിലാവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മാവിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക. ഞാൻ ഈ മാവ് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് എഗ് ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കൈകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മതി. ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നമ്മൾ എഗ് ബീറ്റർ വാങ്ങുമ്പോൾ ഇതുപോലത്തെ 2 വളഞ്ഞ കമ്പി കിട്ടുമല്ലോ, ഇതെന്തിനാണ് ഉപയോഗിക്കുക എന്ന്. ഇതുകൊണ്ട് നമുക്ക് മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇതുകൊണ്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ മാവ് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. കണ്ടോ, നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ മാവ് പരത്തിയെടുക്കുന്നതിന് മുമ്പ് നമുക്കിതിലേക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു ഫില്ലിങ് റെഡിയാക്കുന്നത് വരെ നമുക്ക് ഈ മാവ് ഇവിടെ അടച്ച് വെക്കാം. ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മാവിന് മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് അടച്ച് വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സവാള നല്ല സോഫ്റ്റായിട്ട് വഴന്നു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയതാണ്, അതാണ് ഈ വീഡിയോയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കാണാത്തത്. അപ്പോൾ നിങ്ങൾ ഈ മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഈ സവാള നല്ല സോഫ്റ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള നല്ല സോഫ്റ്റായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ, അപ്പോഴേക്കും ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ നമുക്ക് ഈ പൊടികളുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മസാല വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ പപ്സിനൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കോഴിമുട്ട ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കൂലേ, അതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത്.
ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. മസാല ചൂടാറിയിട്ട് വരുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ മാവ് പരത്തിയിട്ടെടുക്കാം. കണ്ടോ, ഈ മാവ് ഇപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഉരുട്ടിയെടുത്താൽ നമുക്ക് ഈ മാവ് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ ഇതുപോലത്തെ 7 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കട്ട് ചെയ്തെടുത്ത മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പം ഞാൻ ഈ മാവ് മുഴുവനും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മാവ് കൊണ്ട് ഒരു 7 ബോൾസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ, നമ്മളിത് ഇപ്പം തന്നെ ഓരോന്നായിട്ട് പരത്തിയെടുക്കുകയാണ്. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും ഒരു ബോൾ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഇവിടെ അടച്ചു വെക്കുക. ഇങ്ങനെ ഓരോന്ന് പരത്തിയെടുക്കുമ്പോഴും ഇതുപോലെ ബാക്കിയുള്ളത് അടച്ചു വെക്കണം കേട്ടോ. നമ്മൾ ഈ മാവ് പൊടിയിട്ട് കൊടുത്തിട്ടല്ല പരത്തിയെടുക്കുന്നത്, ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇനി ഈ മാവ് ആദ്യം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു റോളർ വെച്ചിട്ട് നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടണം എന്നൊന്നുമില്ല കേട്ടോ, നല്ല നൈസായിട്ടൊന്ന് പരന്ന് കിട്ടിയാൽ മാത്രം മതി. ഇതുപോലത്തെ സിലിക്കോണിൻ്റെ ഷീറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാവ് കൗണ്ടർ ടോപ്പിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ മാവ് നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മൈദപ്പൊടി ഇതുപോലെ ഒന്ന് തൂവിക്കൊടുക്കുക. മൈദപ്പൊടി ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ, ഒരല്പം മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ലെയറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മൈദപ്പൊടി തൂവിക്കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു ഭാഗം ഇതുപോലെ എടുത്തിട്ട് ചെറിയ ഞെറിയായിട്ട് കിട്ടുന്ന രീതിയിൽ മടക്കിയെടുക്കുക. നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുമ്പോൾ മടക്കിയെടുക്കൂലേ, അതുപോലെ തന്നെ അങ്ങോട്ട് മടക്കിയെടുക്കുക കേട്ടോ. വലുതായിട്ട് അങ്ങോട്ട് മടക്കിയെടുക്കാതെ ചെറുതായിട്ട് തന്നെ മടക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നമുക്കൊരു കോണ് പോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊരു വിരൽ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പപ്സ് ഒരുപാട് ലെയറായിട്ട് തന്നെ കിട്ടും. കണ്ടോ, ഞാനിതിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കുക. ഓരോന്ന് പരത്തിയെടുക്കുമ്പോഴും ഓയിലും മൈദപ്പൊടിയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ, എന്നാലേ നമുക്ക് ലെയറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ ഇതുപോലെ ചെറിയ ഞെറിയായിട്ട് കിട്ടുന്ന രീതിയിൽ ഇത് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളാണ് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് റെസ്റ്റിംഗ് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിത് മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, നേരെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്തെടുത്തത് നോക്കിയിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ആദ്യം ഈ മാവ് കൈക്കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഒരു റോളർ കൊണ്ട് ഇതുപോലെ പരത്തിയെടുക്കുക. നമ്മൾ സാധാരണ പൊറോട്ടക്ക് പരത്തിയെടുക്കും പോലെയല്ല, അതിൽ നൈസായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ. കണ്ടോ, ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പരത്തിയെടുത്ത മാവിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഞാനിവിടെ എല്ലാ മാവും ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം അതിലേക്കൊക്കെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് മടക്കിയെടുക്കുക. ഇതുപോലെ 4 സൈഡും ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് അങ്ങോട്ട് ഒട്ടിച്ചെടുത്താൽ മതി. മസാലയൊക്കെ സെൻറ്റർ ഭാഗത്ത് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് മുഴുവനും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് ഓവൻ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിതിപ്പോൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കല്ല ചെയ്യുന്നത്, എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്.
ഓയിൽ ഒരുപാട് അങ്ങോട്ട് ചൂടാവരുത് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഫോൾഡ് ചെയ്തെടുത്തത് ഓരോന്നായിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ മടക്കിയെടുക്കുമ്പോൾ ആ മടക്കുകൾ വരുന്ന ഭാഗമില്ലേ, അത് താഴോട്ട് വരുന്ന രീതിയിൽ വേണം കേട്ടോ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. കാരണം ആ ഭാഗം കുറച്ച് കട്ടിയുള്ള ഭാഗമല്ലേ, അത് വെന്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതൊക്കെ വെന്ത് വരുന്നത് വരെ കുറഞ്ഞ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എണ്ണയിൽ മുക്കി പൊരിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും നല്ലതുപോലെ വെന്ത് കിട്ടും. ഇതിങ്ങനെ എണ്ണയിൽ മുക്കി പൊരിച്ചു എന്ന് കരുതിയിട്ട് ഇതങ്ങനെ എണ്ണ കുടിക്കൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നമ്മളിത് കുറഞ്ഞ തീയിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതുകൊണ്ട് നമുക്കിത് നല്ല ഗോൾഡൻ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതൊട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടുമില്ല. ഇത് നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തതുപോലെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് ചെറിയ ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. എന്നാലേ നമുക്കിത് ഇതുപോലെ നല്ല ഗോൾഡൻ കളറിൽ നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും ചെയ്യും, ഉൾവശം വെന്ത് കിട്ടൂല്ല. അപ്പോൾ നിങ്ങളിത് കുറഞ്ഞ തീയിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഞാനിത് മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഫ്സാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പഫ്സ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇതൊട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല എന്ന്. കണ്ടോ, ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന പഫ്സിനേക്കാളും ടേസ്റ്റാണിത്. കണ്ടോ, നമുക്കിത് നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.